നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മിയമ്മൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് വരുന്ന അമിത വണ്ണത്തിനെ കുറിച്ചാണ്. പലപ്പോഴും ചെറിയ പെൺകുട്ടികൾ, കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 10 തൊട്ട് 22 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ്. 18 വയസ്സ് കഴിയുമ്പോൾ അവർ കൗമാരപ്രായത്തിൽ നിന്ന് യുവതികളായി മാറുന്നു. എന്നിരുന്നാലും 10-22 വയസ്സ് വരെയുള്ള കുട്ടികളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾ കുറച്ച് അധികം വണ്ണം വെച്ചാലും തുടുത്ത് കൊഴുത്ത് ഒക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു കൗതുകം തന്നെയാണ്. പക്ഷേ ആ ലെവലിൽ നിന്ന്, ആ സ്ഥിതിവിശേഷത്തിൽ നിന്ന് അതിലും കൂടുതൽ വണ്ണം, ശരീരഭാരം കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. എന്താണ് ഈ ശരീരവണ്ണം കൊണ്ട് കുട്ടികൾക്ക് സാധാരണയായി കാണുന്ന പ്രശ്നങ്ങൾ? പെൺകുട്ടികൾക്ക് ഈ അമിതമായ വണ്ണം അവരുടെ മാസാമാസം വരുന്ന മാസക്കുളിയെ ബാധിക്കുന്നു. അമിതമായ വണ്ണം വരുമ്പോൾ ശരീരത്തിലെ കൊഴുപ്പ് കൂടുന്നു. ഈ കൊഴുപ്പ് കൂടുന്നതിനനുസരിച്ച് ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തനം തകരാറിലാകുന്നു. അവർക്ക് ഡയബറ്റിസ് ഒന്നും വരില്ല, പക്ഷേ ഇൻസുലിന് ശരിയാവണ്ണം പ്രവർത്തിക്കാൻ പറ്റാതെ ആകുമ്പോൾ അത് മറ്റു ചില ഹോർമോണിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും. ഇതിൽ ഒന്നാണ് അണ്ഡാശയത്തിലുണ്ടാകുന്ന ഹോർമോണുകളുടെയും അണ്ഡാശയത്തിൽ കൃത്യമായി ഉണ്ടാകേണ്ട അണ്ഡത്തിൻ്റെ വളർച്ചയുടെയും തോത്. തീർച്ചയായിട്ടും വണ്ണം കൂടിക്കഴിയുന്ന കുട്ടികൾ പ്രധാനമായും നമ്മളോട് പറയുന്ന ഒരു ബുദ്ധിമുട്ട് അവർക്ക് കൃത്യമായി മാസക്കുളി വരുന്നില്ല എന്നുള്ളതാണ്. ഒരു പെൺകുട്ടിക്ക് 25 ദിവസം തുടങ്ങി 35 ദിവസത്തിൻ്റെ കാലയളവിനുള്ളിൽ രക്തസ്രാവം, മാസാമാസമുള്ള മാസക്കുളി വന്നിരിക്കേണ്ടതാണ്. ഈ മാസക്കുളി സമയത്ത് 3-4 ദിവസത്തെ രക്തസ്രാവം സാധാരണയാണ്. ഈ 3-4 ദിവസങ്ങളിൽ ദിവസവും 2-3 പാഡ് അവർ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ഇവർ പറയുന്നത് 45 ദിവസം, 50 ദിവസം, ചിലപ്പോൾ 2 മാസം 3 മാസം കൂടുമ്പോഴേ മാസക്കുളി വരുന്നുള്ളൂ. ഇവരിൽ ചിലർക്ക് അത് വെറുതെ ഒന്ന് വന്ന് കാണിച്ചു പോകുന്നു. അതായത് 3-4 ദിവസം ബ്ലീഡിങ് ഉണ്ടെങ്കിലും ഒരു പാഡ് പോലും ഉപയോഗിക്കേണ്ടി വരുന്നില്ല. മറ്റു ചിലർക്കാണെങ്കിൽ 3 മാസം രക്തസ്രാവം ഇല്ലാതെ ഇരുന്നിട്ട് 3-ാമത്തെ മാസം 4-ാമത്തെ മാസം രക്തസ്രാവം വരുമ്പോൾ അത് നിൽക്കുന്നേയില്ല. ദിവസം 5-6 പാഡ് ഉപയോഗിക്കുകയും കട്ടകട്ടയായിട്ട് രക്തം പോവുകയും ചെയ്യും എന്നൊക്കെയുള്ളതാണ് ഇവരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതൊക്കെ അമിതമായ വണ്ണമുള്ള കുട്ടികളിലാണ് നമ്മൾ കാണുന്നത്. ഇതിന് കാരണം ഈ ഇൻസുലിൻ്റെ പ്രവർത്തനരാഹിത്യം, അതായത് ഇൻസുലിന് കൃത്യമായി പ്രവർത്തിക്കാൻ വയ്യാതെ വരുമ്പോൾ സ്ത്രീ സഹജമായ അണ്ഡം കൃത്യമായിട്ടുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അണ്ഡത്തിൽ നിന്നുള്ള ഹോർമോണുകൾ ബാലൻസ്ഡ് ആയിട്ട് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് മാസാമാസം ഈ കുട്ടികൾക്ക് രക്തസ്രാവം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അവർക്ക് വരികയും ചെയ്യും. ഇത് മാത്രമല്ല, ഇതിനെ നമ്മൾ പറയുന്നത്, നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അണ്ഡാശയത്തിനകത്ത് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. ഇത് ഒരു സിസ്റ്റോ ട്യൂമറോ അല്ല. ഓരോ മാസവും 2 സെൻറ്റിമീറ്റർ വരെ വളർന്ന് പൊട്ടേണ്ട അണ്ഡം അങ്ങനെ വളരാതെ 8, 10, 12 മില്ലിമീറ്റർ ആകുമ്പോൾ വളർച്ച നിലച്ചു പോകുന്നു. ഈ ഓരോ അണ്ഡവും വെള്ളം നിറഞ്ഞ കുഞ്ഞു 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 സിസ്റ്റുകളായിട്ട് അണ്ഡാശയത്തിൽ നിൽക്കുന്നു. ഇതിനെയാണ് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അവരുടെ അണ്ഡാശയത്തിനകത്ത് തന്നെയും അല്ലാതെയും ഈ നമ്മളുടെ സ്ത്രീ സഹജമായ ഹോർമോണുകൾ പുരുഷ സഹജമായ ഹോർമോണുകളായിട്ട് മാറുകയും അവർക്ക് പുരുഷ സഹജമായ ഹോർമോണുകളുടെ പ്രവർത്തനം കുറച്ച് അമിതമായിട്ടുണ്ടാവുകയും ചെയ്യും. ഇതിന് ഫലമായിട്ട് മുഖത്ത് മുഖക്കുരു, മീശ, താടി, കൃതാവ് ഇവിടെയുള്ള സ്ഥലങ്ങളിലുള്ള രോമ വളർച്ച കൂടുതൽ, ആ രോമത്തിന് തന്നെ ചില പ്രത്യേകതകൾ ഒക്കെ വരികയും അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നു. അപ്പോൾ സൗന്ദര്യപ്രശ്നവും ആരോഗ്യപ്രശ്നവും ഒന്നിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളാണ് കൗമാരപ്രായത്തിലെ ദുർമേധസ്. അതുകൊണ്ട് കൗമാരപ്രായത്തിലുള്ള കുട്ടികളെല്ലാം തന്നെ ദിവസവും 40 മിനിറ്റ്
കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുകയും ആഹാരത്തിൽ ഹൈ കാലറി ഡയറ്റ്, അതായത് വറുത്തതും പൊരിച്ചതും കൂടുതൽ മധുരവും ഒക്കെ ഒഴിവാക്കേണ്ടതുമാണ്. നന്ദി, നമസ്കാരം.